അപ്പുറത്താണെങ്കിലും നമ്മുടെ അപർണികയും നമ്മുടെ ഗോവിന്ദും ഗീതുവും തമ്മിലുള്ള കുറച്ച് ഓഫീസിലുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ അപർണികയെ അവർ തിരിച്ച് അവർ പഴയ ലൈഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ ഗോവിന്ദ് ഒരു പുതിയ പ്രൊജക്റ്റൊക്കെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ അപർണിക അത് ഭയങ്കര ഗംഭീരമായിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ അപർണിക പറയുന്നുണ്ട്, ഗീതുവും എൻ്റെ പോരുന്ന കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇനി എന്തെങ്കിലും വേറൊരു പുതിയ പ്രൊജക്റ്റ് വന്നാൽ അത് ഗീതുവിനും ചെയ്യാൻ സാധിക്കും എന്നൊക്കെ നമ്മുടെ ഗോവിന്ദ് സാറിനോട് പറയുന്ന ഗോവിന്ദിനോട് പറയുന്ന കുറച്ച് മനോഹരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ. അതിനുശേഷം പതിവ് പോലെ തന്നെ ഇപ്പോൾ കുറച്ചൊരു പ്രൊമോകളായിട്ട് നമ്മുടെ ഗോവിന്ദിന്റെയും ഗീതുവിന്റെയും റൊമാൻറ്റിക് രംഗങ്ങളില്ലാതെ ഒരു പ്രൊമോ അവസാനിപ്പിക്കാറില്ല. അതുപോലെ തന്നെ പതിവ് പോലെ തന്നെ ഇന്നും ഉണ്ട് കേട്ടോ അവരുടെ കുറച്ചൊരു റൊമാൻറ്റിക് നിമിഷങ്ങൾ തന്നെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ പ്രൊമോയും അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡുകൾ തന്നെയാട്ടോ വരാൻ പോകുന്നത്. പക്ഷേ എനിക്കൊരു എന്താ പറയുക, ഒരു ചെറിയൊരു നിരാശ എന്താണെന്ന് വെച്ചാൽ ആ ഒരു കൊലയാളിയുടെ കാര്യമോ ആ ഒരു കിഷോറിൻ്റെ ആ ഒരു കൊലപാതകത്തിൻ്റെ കാര്യമോ ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നതേ ഇല്ല. നമ്മുടെ ഭദ്രൻ എവിടെയെന്നുള്ളൊരു ചോദ്യങ്ങൾക്ക് ഇപ്പോഴും അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ കഥ വേറൊരു വഴിത്തിരിവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എവിടെ വരെ പോകും അല്ലേ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.